നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വയം രാജാവാണെന്ന് കരുതുകയും ഒപ്പം നിൽക്കുന്ന എല്ലാ ജനങ്ങളും തന്റെ മുന്നിലുള്ള എല്ലാ ജനങ്ങളും തന്റെ ഭക്തരാണ് അല്ലെങ്കിൽ തന്റെ അടിമകളാണ് എന്ന് കരുതുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനി വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്നയാളാണെങ്കിലും താഴ്ന്ന ഒരു സാധാരണ പദവിയിൽ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും ഇങ്ങാറ്റത്ത് കിടക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും അത്തരം ഒരു അഹന്ത അല്ലെങ്കിൽ അത്തരം ഒരു വിചാരം അവർക്കിടയിലുണ്ട്. എന്നാൽ സാധാരണക്കാരെ പോലെ തന്നെ കഴിയുന്ന പല മന്ത്രിമാരും ഒക്കെ തന്നെ നമുക്കിടയിലുമുണ്ട്. എന്നാൽ ഇവിടെ കണ്ടറിയേണ്ടത് മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ്. ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവരുടെ സാധാരണക്കാരുടെ വഴിയടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് ബാരിക്കേഡ് വെച്ച് മറച്ചുകൊണ്ട് ബസ് യാത്രയടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരുടെ നിത്യജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് വഴി കടന്നു പോകുന്ന രാഷ്ട്രീയക്കാരുള്ള നമ്മുടെ ഈ കേരളത്തിൽ ദുബായിൽ നിന്നുമുള്ള ഈ ദൃശ്യം വളരെ ഹൃദയസ്പർശിയാണ്. കണ്ടുപഠിക്ക് മുഖ്യ നിങ്ങൾ ഈ കാഴ്ച, കണ്ടുപഠിക്ക പ്രസിഡന്റ് നിങ്ങൾ ഈ കാഴ്ച, കണ്ടുപഠിക്ക പ്രധാനമന്ത്രി നിങ്ങൾ ഈ കാഴ്ച നടക്കം അതിന് താഴെ വലിയ രീതിയിലുള്ള കമന്റുകളും വരുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ഒരു ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ഒരു രാജ്യം സ്നേഹത്തോടെ ആദരവോടെ നോക്കിക്കാണുന്ന നേതാവിന്റെ വിനയം ഒരു നിമിഷം കൊണ്ട് ലോകം കണ്ടറിയുന്ന കാഴ്ചയാണ്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മാളിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു സ്ത്രീക്ക് വഴിയൊരുക്കാൻ വേണ്ടി സ്വയം നിന്നതിന്റെ വീഡിയോ മാറിക്കൊടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. തനിക്ക് മുന്നേ വരുന്ന ഓരോ വ്യക്തികളെയും അടിച്ചു മാറ്റി ഒതുക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളും കാണേണ്ട കാഴ്ച തന്നെ. ഷെയ്ഖ് മുഹമ്മദ് ഉദ്യോഗസ്ഥ വൃന്ദത്തോടൊപ്പം മാളിലൂടെ പോകുന്നത് ദുബായിൽ സാധാരണ കാഴ്ച തന്നെയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ ബഹുമാനം കാരണം ആളുകൾ വഴിമാറി കൊടുക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അപ്രതീക്ഷിതമായി ഒരാൾ മുന്നിലേക്ക് വന്നു. ഭരണാധികാരിയാണ് മുന്നിൽ വരുന്നത് എന്ന് ശ്രദ്ധിക്കാതെ സ്ത്രീ തന്റെ വഴിയിൽ നിന്ന് മുന്നോട്ട് തന്നെ നടന്നു കയറി തുടങ്ങി. ഒരു കടയിലേക്കോ മറ്റോ ശ്രദ്ധിച്ചായിരുന്നു സ്ത്രീ നടന്നുകൊണ്ടിരുന്നത്. തൊട്ടുമുന്നിൽ UAE ഭരണാധികാരിയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല ഇവർ കൂട്ടത്തിനരികിലേക്ക് എത്തിയപ്പോൾ ഷെയ്ഖ് മുഹമ്മദിന്റെ അംഗരക്ഷകർ അവരെ തടയാനോ വഴിമാറ്റാനോ ശ്രമിച്ചു. അപ്പോഴായിരുന്നു ആ ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ സംഭവിച്ചത്. ഷെയ്ഖ് മുഹമ്മദ് മുന്നോട്ട് വെച്ച പാദം പിൻവലിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് തന്നെയും ഒപ്പമുള്ളവരെയും പിന്നോട്ട് നിർത്തി ഷെയ്ഖ് മുഹമ്മദ് ആ സ്ത്രീക്ക് കടന്നുപോകാനുള്ള വഴി ഒരുക്കുകയായിരുന്നു. ആ സ്ത്രീ നടന്നുപോയ ശേഷം മാത്രമാണ് അദ്ദേഹം മുന്നോട്ടുള്ള നടത്തം പുനരാരംഭിച്ചത്. ഒരു നിമിഷം മാത്രം നീണ്ട ഈ ലളിതമായ പ്രവൃത്തി ദുബായ് ഭരണാധികാരി ജനങ്ങളോട് കാണിക്കുന്ന ഊഷ്മളത എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി സ്വദേശികളും പ്രവാസികളും ഷെയ്ഖ് മുഹമ്മദിന് ഹൃദയം നിറഞ്ഞ പ്രശംസ ചൊരിയുകയാണ്. ഇത്രയും വിനയവും ബഹുമാനവുമുള്ള നേതാക്കളുള്ള രാജ്യത്ത് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്നു എന്നാണ് ഒരാൾ കുറിച്ചത്. ഈ വീഡിയോ ചരിത്രത്തിൽ മായാതെ നിൽക്കുമെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. ഒരു രാജ്യത്തിന്റെ നേതാവ് അസാധാരണമായ മര്യാദ കാണിക്കുന്നു, അങ്ങനെ ഞങ്ങൾക്ക് സല്യൂട്ട് ചെയ്യുന്നു സാർ എന്നാണ് വേറൊരാളുടെ കമന്റ്. ഞങ്ങൾ അങ്ങയെ സല്യൂട്ട് ചെയ്യുന്നു സാർ. ദുബായിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ സ്നേഹവും വിനയവും ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുന്നുണ്ട്.